64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തൃശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 10-ന് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിലായി 239 മത്സരങ്ങളാണുള്ളത്. നവമി ദിനേശുണ്ട് കലോത്സവ നഗരിയിൽ. നവമി, പൂരങ്ങളുടെ നാടാണ്. അവിടെ കലോത്സവ പൂരത്തിനുള്ള കേളികെട്ട് അത് ഉയർന്നു കഴിഞ്ഞു. ഇനി ഒരൊറ്റ ദിവസം കാത്തിരുന്നാൽ മതി നമ്മുടെ കുട്ടികളുടെ പൂരത്തിനായി. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നവമി പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വേദിയായ തേക്കിൻകാട് മൈതാനിയിലാണ്. ഇവിടെയാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവത്തിന് ഉദ്ഘാടനം നടത്തുക. അതെ, നമ്മൾക്കൊപ്പം രണ്ട് മോഹിനിയാട്ടോ, ഭരതനാട്യവും. പറയൂ, എന്തുണ്ട് വിശേഷം? വിശേഷം മാത്രമല്ല, ഇപ്പൊ തൃശ്ശൂരിന്റെ മണ്ണിലാണ് 8 വർഷത്തിന് ശേഷം സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾ കാൽഡിയൻ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മൊത്തം ഡ്യൂട്ടിയാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ഈ പ്രാവശ്യം മത്സരത്തിന് പങ്കെടുക്കില്ല. അടുത്ത പ്രാവശ്യം കട്ട സപ്പോർട്ട് ആയിട്ടുണ്ടാവും. ഈ പ്രാവശ്യം ഉണ്ടാവും. ഈ പ്രാവശ്യം കപ്പ് നമുക്ക് തൃശ്ശൂരുകാർക്ക് തന്നെ തൂക്കണം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ തന്നെ. അതെ, നമുക്കൊരു പാട്ട് പാടിയാലോ? പാടുവാ. ഒരു തൃശ്ശൂർക്കാരുടെ ഒരു പാട്ട് തന്നെ പാടുക. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കാണണം കാന്ത, തബല എനിക്കൊന്ന് കാണണം കാന്ത, തബല എനിക്കൊന്ന് കാണണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. പേര് വേദിക കൃഷ്ണ. വേദിക കൃഷ്ണ, ആതിര സുനിൽകുമാർ. രണ്ടുപേരും ഈ പൂര വിളംബരത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു. ഞാൻ കണ്ടു. അപ്പൊ അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. രണ്ട് സുന്ദരി കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഭവ്യ, നാളെ മുതൽ ഇതുപോലെ ഒരുപാട് സുന്ദരി കുട്ടികളെയും എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സും എത്തിയിട്ട് ടീച്ചേഴ്സ് എല്ലാം വലിയ ആവേശത്തിലാട്ടോ. ടീച്ചേഴ്സ് ആവേശത്തി പൂരെത്തി. 64ാമത് കലോത്സവമാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം കപ്പ് കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെയാണ്. ആ കപ്പ് ഞങ്ങൾ എന്തായാലും വിട്ടുകൊടുക്കില്ല. അതെന്തായാലും ഞങ്ങൾ തന്നെ വാങ്ങും. ഇക്കൊല്ലം ഞങ്ങൾ തന്നെ കപ്പെടുക്കും. എല്ലാം നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ പറയണ കപ്പ് നമ്മൾ എടുത്തിരിക്കും. തൃശ്ശൂരിന് എന്തായാലും വിട്ടുകൊടുക്കില്ല. എത്ര കുട്ടികളാണ് അവിടുന്ന് പങ്കെടുക്കുന്നത്? നമുക്ക് 250 ഇനങ്ങളിൽ 1000-1000 കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 25 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലും ഒരു വേദിയുണ്ട്. ഞങ്ങൾ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരാണ്. അപ്പൊ ഞങ്ങളുടെ വേദി 11 കർണികാരാണ്. അവിടെ നാടകമാണ് നടക്കുന്നത്. അപ്പൊ അത് നല്ലൊരു വേദിയാണ്. അപ്പൊ നിങ്ങൾ വരണം. ഞങ്ങളുടെ സ്കൂൾ കാണാനായിട്ട് നിങ്ങൾ വരണം കേട്ടോ. എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കപ്പ തൃശ്ശൂർക്ക് തന്നെ. സ്പോർട്സിൽ 2ാമത് ഞങ്ങളാ വാങ്ങിച്ചതെന്ന് പറഞ്ഞോളൂ. ഞങ്ങള് കല മാത്രമല്ല, കായികത്തിലും ഞങ്ങള് ഓവറോള് ജില്ലയിൽ ഫസ്റ്റ് ആണ്. അതുപോലെ ഞങ്ങൾക്ക് നാഷണൽ വരെ ഞങ്ങൾക്ക് മെഡൽ ഉണ്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട്. എന്നാലും ഞങ്ങൾ കലോത്സവം ഞങ്ങൾ ഒപ്പത്തിനൊപ്പം തന്നെ കൊണ്ടുപോകും. ഞങ്ങളുടെ കുട്ടി നാളെ ഈ വേദിയിൽ കുച്ചിപ്പുടി മത്സരത്തിന് മത്സരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവർക്ക് ഫുൾ സപ്പോർട്ട്. അതെ, എല്ലാവരും ഉണ്ട്. ഫുൾ സപ്പോർട്ടാണ്. ഉണ്ടാവും. ഓക്കെ. എന്നാലും തൃശ്ശൂർക്കാർ പറയുന്നത് ഇത്തവണ കപ്പ് അവർ കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ തിരുവനന്തപുരംകാർ ഇന്ന് രാവിലെ ആദ്യത്തെ ബാച്ചിനെ വരവേൽക്കാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ തിരുവനന്തപുരത്തെ അധ്യാപകർ പറയുന്നത് ഇത്തവണ ഞങ്ങൾ കപ്പ് കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ ആരാണ് കപ്പ് കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭവ്യ, ഇതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ലോഗോ. 64 എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയോടുകൂടിയാണ് ഈ 64 എഴുതിയിരിക്കുന്നത്. അതിൽ 6 വീണയും 1 ആ ഒരു 4ന്റെ ആ ഒരു ബ്രഷ് ഉണ്ട്. ഒപ്പം തൃശ്ശൂർക്കാർക്ക് ആനക്കൊമ്പില്ലാതെ അല്ലെങ്കിൽ ആനയില്ലാതെ എന്താഘോഷം. ആനക്കൊമ്പ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. ചിലങ്കകളുണ്ട്. 64 ചിലങ്കകളാണുള്ളത്. അതിലെ ഓരോ മണിയും ഓരോ കലാരൂപത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ലോഗോയും ഇത്തവണയുണ്ട്. ഇത്തവണ ഓരോ വേദികൾക്കും പൂവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം,
പൂവിന്റെ പേര് നൽകിയതിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങൾക്കൊക്കെ അവസാനിച്ച് താമര എന്നൊരു പേര് തന്നെ വേദിക്ക് നൽകുകയും ചെയ്തു. 25 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. ഏകദേശം നിരവധി, നമുക്കറിയാം ഈ കലോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വലിയൊരു ആവേശമാണ്. അതിലൊരു ജയം തോൽവി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ, കുട്ടികളുമായിട്ട് വരിക, അധ്യാപകരുടെ എല്ലാവരുടെയും ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന വേദി. അവിടെ ജയപരാജയങ്ങളൊക്കെ പിന്നീടാണ്. പക്ഷെ മത്സരം കാഴ്ചവെക്കുക അല്ലെങ്കിൽ നന്നായി മത്സരിക്കുക എന്നത് ആണ് കുട്ടികൾ പ്രധാനമായും നോക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു കലോത്സവത്തിനാണ് ഇത്തവണയും തൃശൂർ നഗരം ആതിഥ്യമരുളുന്നത്. അത്തരത്തിലൊരു കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ പണ്ടത്തെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നവമി? ഓർമ്മകളൊക്കെ പഴയ കാലത്തോട്ട് പോകുന്നുണ്ടോ? അതെ ബബ്ബേരിക്ക, ഞാൻ അങ്ങനെ കലോത്സവത്തിലൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല. കാണികളായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പിന്നോട്ട് പോകേണ്ടി വരും, കുറെ പ്രായം ഉണ്ടല്ലോ നോമിക്ക്. അതുകൊണ്ട് ഒരു തവണ സ്കൂളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതെ 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 ഞാൻ തിരുവാതിരക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അത് സബ് ജില്ലയിൽ പോയിട്ട് പിന്നെ എങ്ങോട്ടും പോവാൻ പറ്റിയില്ല. അവിടെ കൊണ്ട് തന്നെ മറ്റേ ജഡ്ജ് പറഞ്ഞ് അവസാനിപ്പിച്ചോളാൻ. അങ്ങനെ തിരുവാതിര കളിച്ച ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ വലിയ രീതിയിൽ കലോത്സവങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടോ ഒന്നുമില്ല. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു ആവേശവും ആൾക്കാരുടെ സന്തോഷം, കുട്ടികളുടെ സന്തോഷം, അവരുടെ ഒരുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷം, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്. നാളെ മുതൽ എന്താണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റും കൂടിയുണ്ട് ഭവ്യ. ശരി, എന്തായാലും കലോത്സവ നഗരിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 തത്സമയ സംപ്രേഷണം ഉണ്ടാകും. പ്രേക്ഷകർ എന്തായാലും ന്യൂസ് 18 തുടരുക. നവമി ദിനേശും ഞങ്ങളുടെ മുഴുവൻ ടീമും അവിടെയുണ്ട്. കലോത്സവ നഗരിയിലെ ഓരോ വിശേഷങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. എന്തായാലും സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാധ്യമായ ഇതെല്ലാം ചെയ്തു. പഴുതടച്ച പോലീസ് സുരക്ഷയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യായമായ വിമർശനം ഉൾക്കൊള്ളും. ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കില്ലെന്നും മന്ത്രി. 19 കമ്മിറ്റികൾ, 25 വേദികളിൽ മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണപ്പുര, അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാലുകാച്ച് കർമ്മം നടക്കുകയാണ്. ആദ്യ ബാച്ചിനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഞാനിന്ന് അക്കോമഡേഷൻ സെന്റർ സന്ദർശിച്ചു, ഭക്ഷണശാല സന്ദർശിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണം നടത്തി. എല്ലാ കമ്മിറ്റികളുമായും എല്ലാ വേദികളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.